6 मंथ का प्यार है हमारा, इसलिए हम लोग शादी करते हैं। मैं भी एक्टर हूँ। जी जी जी, इसी फील्ड में हूँ मैं भी सिनेमा। हम लोग एक फिल्म में हम दोनों एक्टिंग करता था, दोनों का कास्टिंग हुआ। उसी टाइम हम दोनों मतलब बातचीत करना चालू किया। फिर मोनालिसा प्रपोज किया मुझे। मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं, हमें करना है, अच्छा लग रहा है, पसंद है, इसीलिए फिर मैं भी ओके बोला। बाद में हम दोनों को लव हुआ, डीप लव हुआ। उसके बाद डिसाइड किया कि हमें शादी करना है। कि वो अभी एक्सेप्ट करेगा? नहीं, मुझे भी इसमें कुछ अच्छा नहीं, लेकिन मेरी फैमिली दूसरी जगह मेरी शादी करना चाहते थे और मुझे वो अच्छा नहीं लगा। अब आप खुश हैं? अभी खुश है? अभी खुश है? अभी खुश हूँ मैं। जी को दूसरी शादी फिक्स कर दी थी ना, वो किसके साथ थी? आपकी शादी आपके पिताजी ने फिक्स कर दी? नहीं, कोई था हमारे गांव में, तो उससे मेरी शादी करना चाहते थे। मैंने मना कर दिया। आप क्या बोलनी चाहते हो आप? അയ്യോ, നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു കൊലക്കൊമ്പൻ വിവാഹ വിശേഷ വാർത്തയാണ് കേട്ടോ. താലി കെട്ടിയത് ചെറുക്കൻ, പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോൾ താലിക്ക് കൈവെക്കാൻ നിൽക്കുന്നത് നമ്മുടെ മന്ത്രിമാരും MP-മാരും ഒക്കെ തന്നെയാണ്. സംഭവം ഒന്നുമല്ലടേ, ഒരു പക്കാ സിനിമ സ്റ്റോറി പോലെ തന്നെ നമുക്ക് തോന്നുന്നത്. പക്ഷെ പണി പാളിയാൽ അത് കിട്ടാൻ പോകുന്നത് ഒന്നൊന്നര വകുപ്പുകളാണ്. ഈ മഹാകുംഭമേളയിൽ മാലയൊക്കെ വെച്ച് നടന്ന വൈറലായിട്ട് നമ്മുടെ മൊണാലിസ ഉണ്ടല്ലോ, ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരി എന്ത് ചെയ്ത് തന്റെ കാമുകനായിട്ടുള്ള മുഹമ്മദ് ഫർമാനോടൊപ്പം കേരളത്തിൽ വരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിൽ. പട്ടി പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ ഓടുന്നത് പോലെയാണ് നമ്മുടെ മന്ത്രിമാരും സഖാക്കളും എല്ലാം. അങ്ങ് ആവേശത്തിലായി. എന്റെ അമ്മോ, പിന്നെ നമ്മൾ കേട്ട വാക്കുകളാണ് മതസൗഹാർദ്ദം, ഐക്യം എന്നൊക്കെ പറഞ്ഞ് ഉച്ചയായപ്പോഴേക്കും താലി വരെ റെഡി. മന്ത്രി ശിവൻകുട്ടി അച്ഛനുമായി, റഹീമും ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ സാക്ഷികളുമായി. എല്ലാം ശുഭം എന്ന് കരുതിയിടത്താണ് പുതിയൊരു ബോംബ് പൊട്ടിയത്. ഒരു ഒന്നൊന്നര ബോംബ് തന്നെ അത് പൊട്ടി. അയ്യോ, ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പെൺകുട്ടിക്ക് 18 കഴിഞ്ഞു എന്നുള്ളൊരു സംശയമാണ് കേട്ടോ. കാരണം 2025 കുംഭമേളയിൽ വൈറലാകുമ്പോൾ ഇന്റർനാഷണൽ മീഡിയ വരെ പറഞ്ഞു അവൾക്ക് 16 വയസ്സേ ഉള്ളൂ എന്നുള്ളത്. കണക്ക് കൂട്ടിയാൽ ഇപ്പോൾ എത്രയാണ്? 2026 അപ്പൊ 17 വരേണ്ടത്. എന്നാൽ ഈ കല്യാണത്തിന് ഹാജരാക്കിയ ആധാറിലുണ്ടല്ലോ, അതിൽ ജന്മതീയതി എന്ന് പറയുന്നത് 2008 നവംബർ എന്നാണ്. പണ്ടത്തെ ഈ മൊണാലിസയുടെ വീഡിയോകളിലൊക്കെ 2009 ജനുവരി എന്നും കാണാം. ഈ വീഡിയോകൾ മാത്രമല്ല, വിക്കിപീഡിയ വരെ പറയുന്നതും 2009 എന്ന് തന്നെയാണ് കേട്ടോ. ഗൂഗിളിലൊക്കെ നമ്മൾ ഇപ്പോഴും സെർച്ച് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നത് മൊണാലിസയുടെ ആ ഒരു ബർത്ത് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 2009 എന്ന് തന്നെ കാണിക്കുന്നത്. ചുരുക്കത്തില് ഇപ്പോ ഈ ഒരു ആധാർ കാർഡിന് 2008 നവംബർ എന്ന് കാണിച്ചെങ്കിൽ അത് ഒറിജിനൽ ആണോ, അതോ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ലീവ് ലെറ്റർ എഴുതുന്നത് പോലെ തട്ടിക്കൂട്ടിയതാണോ എന്നാണ് എനിക്കിപ്പോ സംശയം. എന്തായാലും പെണ്ണിന് അരിയും പിണ്ണാക്കും തിരിച്ചറിയാൻ പ്രായമായിട്ടില്ല എന്നുള്ള അവളുടെ വർത്തമാനം കേട്ടാൽ തന്നെ മനസ്സിലാകും. ശരിക്കും അവൾക്ക് 18 വയസ്സായില്ലെങ്കിൽ നിയമം വലിയ രീതിയിൽ കുരുക്കാവും. അതായത് പെണ്ണിന് 18 തികഞ്ഞിട്ടില്ലെങ്കിൽ സംഗതി ശൈശവ വിവാഹമാണ്. പണി കിട്ടുന്നത് താലി കെട്ടിയവന് മാത്രമല്ല, കൂടെ നിന്ന മന്ത്രിമാർക്കും പൂജാരിമാർക്കും, ചായ കൊടുത്തവർക്കും കിട്ടും, ചായ കുടിച്ചവർക്കൊക്കെ കിട്ടുന്നൊരവസ്ഥയാണ്. പോക്സോ കേസ് എന്ന് കേട്ടാൽ പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാനേ കഴിയില്ല. പിന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും കൊണ്ട് ഇതോടൊപ്പം തന്നെ നടന്നു. അതെന്താന്ന് വെച്ചാൽ മന്ത്രിമാർ അമ്പലത്തിനകത്ത് ചെരിപ്പിട്ട് കയറി എന്നതാണ്. നിയമലംഘനം മാത്രമല്ല, ആചാര ലംഘനവും കൂടി ആയപ്പോൾ സംഗതി ജോറായി. ഹണ്ണന്മാർ ഷൈൻ ചെയ്യാൻ പോയതാണ്, ഇപ്പോൾ ഷൈനിങ് മാറി കിട്ടുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ. ഇതിപ്പോ ഒരു പുതിയ ട്രെൻഡ് ആവുമോ എന്നാണ് നമ്മുടെയൊക്കെ പേടിയല്ലേ. ട്രെയിൻ പിടിച്ച് കേരളത്തിൽ വന്നാൽ മതി, റഹീം അണ്ണനും ശിവൻകുട്ടി അണ്ണനും ഒക്കെ ചേർന്ന് കല്യാണം നടത്തി തരും. പോരാത്തതിന് താലിയും മാലയും ഫോട്ടോയും ഒക്കെ ഫ്രീ. ഇലക്ഷൻ അടുക്കുമ്പോൾ ഇങ്ങനെ ഒരു PR വർക്ക് നല്ലതാണെങ്കിലും സംഗതി കേരള സ്റ്റോറി 3 പോകുമോ എന്നാണ് ജനം TV മുതൽ ടൈംസ് നൗ വരെ നോക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കല്യാണം ഒരു ഒഴിയാബാധയാകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം പെണ്ണിന്റെ രേഖകൾ വ്യാജമാണെങ്കിൽ മന്ത്രിമാർ അകത്താകും. അതല്ലെങ്കിൽ നാളെ ഇവർ തമ്മിൽ പിരിഞ്ഞാലോ അപ്പോഴും പഴി കേൾക്കുന്നത് നമ്മുടെ കേരളം തന്നെയാണ്. ശരിക്കും ഈ ഒരു കല്യാണ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ജാതിയും മതവും ഒന്നും നോക്കാതെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന 2 പേർക്ക് അഭയം നൽകി അവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടതും കേരളത്തിന്റെ വലിയ മനസ്സാണെന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇതിനൊരു മതസൗഹാർദ്ദ മാതൃകയായിട്ട് ഇവർ ഉയർത്തി കാട്ടുകയും ചെയ്യുന്നുണ്ട്. വിമർശിക്കുന്നവരുണ്ട് കേട്ടോ. അവർ പറയുന്ന മന്ത്രിക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലേ എന്നാണ്. രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്നവർക്ക് ഉച്ചയ്ക്ക് കല്യാണം. അതായത് ഇത്രയും ധൃതിയിൽ എന്തിനാണ് ഇത് നടത്തിയത് എന്നുള്ളത്. നിയമപരമായിട്ടുള്ള പേപ്പറുകൾ ഇവർ നോക്കിയിട്ടുണ്ടോ? നോക്കി കാണത്തില്ലല്ലേ? അല്ലെങ്കിൽ ഈ ഒരു വയസ്സിന്റെ കാര്യത്തിൽ ഇത്ര ആ ഒരു ചർച്ച വരത്തില്ലായിരുന്നല്ലോ. അതുമാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ കൃത്യമായിട്ട് അറിയിച്ചോ?
അതോ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ ഇതിന് പിന്നിൽ എന്നുള്ള കാര്യവും സംശയമാണ്. നമ്മളെ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്രേമികൾ അവര് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ട് വന്നവർക്ക് വരെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ടല്ലോ. എന്റെ കാര്യം ആര് നോക്കും ശിവൻകുട്ടി അണ്ണ എന്ന് ചോദിക്കുന്ന പാവം സിംഗിൾസ്. ഇവിടെ ഇത്രയും കാര്യം നടന്നിട്ട് എന്റെ ഒരു ചോദ്യം ഇതാണ്, ഒരു സാധാരണക്കാരനാണ് ഇത്തരം ഒരു കേസുമായി ചെന്നതെങ്കിൽ ഇത്രയും വേഗത്തിലെ പോലീസ് നടപടികൾ ഉണ്ടാകുമായിരുന്നോ? നിയമം എല്ലാവർക്കും ഒന്നല്ലേ? ഇപ്പൊ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇത്രയധികം സംശയങ്ങൾ നിൽക്കുമ്പോൾ ആധികാരികമായിട്ടുള്ള രേഖകൾ പരിശോധിക്കാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അതിനെ മുൻകൈ എടുത്തത് ശരിയാണോ? കാരണം ഈ ബന്ധത്തിൽ നാളെ എന്തെങ്കിലും ഒരു വിള്ളൽ ഉണ്ടായാലേ, അല്ലെങ്കിൽ ഇതൊരു ലവ് ട്രാപ്പ് ആണെന്ന് തെളിഞ്ഞാലോ ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ മന്ത്രിമാർ തന്നെയായിരിക്കും. അത് അവർ ഏറ്റെടുക്കുമോ? എന്റെ പൊന്നണ്ണന്മാരെ, പോക്സോ കേസ് എന്ന് പറയുന്നത് അത് കളിക്കാനുള്ള നിയമമല്ല. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് ഇതെങ്കിൽ വിവാഹത്തിന് സഹായിച്ചവർ പോലും കുറ്റക്കാരാകും. എന്തായാലും ഒരു നിമിഷത്തെ ഷൈൻ ചെയ്യലാണ്, വരാനിരിക്കുന്നത് വലിയൊരു നിയമ യുദ്ധത്തിലേക്കാണോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇവിടെ വിവാഹം കഴിക്കുന്നതും അല്ലെങ്കിൽ സ്നേഹിക്കുന്നതും ഒക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നിയമത്തിന് വിധേയമായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് നാട് ഭരിക്കുന്നവർ ഇതിന് കൂട്ടുനിൽക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ മൊണാലിസ എന്ന പെൺകുട്ടിയെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ലോകം അറിയാത്ത ഒരു കുട്ടി, അതാണ് നമുക്ക് മൊണാലിസയുടെ വാക്കുകൾ. അതായത് മൊണാലിസ സംസാരിക്കുന്ന ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് അതാണ്, ലോകം അറിയാത്ത ഒരു കുട്ടി. അതായത് നമ്മൾ ഈ കാണുന്ന മൊണാലിസയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണ്. അതിനപ്പുറം ഈ ലോകം എന്താണെന്നോ ഇവിടുത്തെ നിയമങ്ങൾ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൊച്ചു പെൺകുട്ടിയാണ് അവൾ. നമുക്കറിയാലോ, ഈ ഒരു കുംഭമേളയിൽ വൈറലായപ്പോൾ ഉത്തരേന്ത്യയിലെ തെരുവുകളിലൊക്കെ മാല വിറ്റ് നടന്നിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു പ്രശസ്തിയാണ്. അത് കൈകാര്യം ചെയ്യാൻ മാത്രം പക്വതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്. അവളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം, ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കതയോടെയാണ് അവൾ പ്രതികരിക്കുന്നത്. സത്യത്തിൽ ഇവള് സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതോ ആരെങ്കിലും അവളെ ഒരു പാവയെ പോലെ ചരട് വലിപ്പിക്കുന്നതാണോ, കളിപ്പിക്കുന്നതാണോ എന്നുള്ള ഡൗട്ടുണ്ട്. കാരണം അക്ഷരമാല പോലും അറിയില്ല എന്ന് ഈ പെൺകുട്ടി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ സംസാരിക്കാൻ തന്നെ ഹിന്ദി അല്ലാതെ വേറൊരു ലാംഗ്വേജും വശമില്ല. അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിക്കാണ് താൻ ഒപ്പിട്ട് നൽകുന്ന രേഖകളുടെ ഗൗരവം പോലും മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട് ആരോ തയ്യാറാക്കിയ തിരക്കഥയിൽ അവൾ അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ശരിക്കും ഇത്തരം ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത് അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകൊണ്ടാണോ, അതോ അവൾക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസവും ലോക വിവരം നൽകിക്കൊണ്ടല്ലേ? അവൾക്ക് പക്വത വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു സാവകാശം പോലും നൽകാതെ എന്തിനാണ് നമ്മുടെ ഭരണാധികാരികൾ ഇത്ര ധൃതി കാണിച്ചത്? നാളെ ഈ ഒരു വർണ്ണശബളമായിട്ടുള്ള ഈ ഒരു ലോകം മാറി വരുമ്പോൾ അവൾ ഒറ്റപ്പെട്ടു പോയാൽ ആരായിരിക്കും അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? ആരും കാണത്തില്ല. ഇന്ന് ചുക്കാൻ പിടിച്ചവരൊക്കെ അന്ന് കാണുമോ? ഇല്ല, ആരുമില്ല. നമ്മുടെ അമ്മമാർ, അതായത് പെൺകുട്ടികളുള്ള അമ്മമാരുടെ ആശങ്ക എന്ന് പറയുന്നത് പല വീട്ടമ്മമാരും ചോദിക്കുന്ന ഇത് തന്നെ. കാരണം നമ്മുടെ മക്കളെ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുമോ എന്നുള്ളത്. ഒരു സുരക്ഷിതവും ഇല്ലാതെ കേവലം 6 മാസത്തെ പരിചയത്തിന്റെ പുറത്ത് ഒരു പെൺകുട്ടിയെ അപരിചിതമായിട്ടുള്ള ഒരു നാട്ടിൽ വിവാഹം കഴിപ്പിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ? പിന്നെ യുവതലമുറയുടെ കാര്യം പറയേ വേണ്ട. അതായത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് നിയമലംഘനവും നടത്താമെന്നാണ് ഇതിലൂടെ പുതിയ തലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം പോലെ അവർക്ക് തോന്നുന്നത്. എന്തായാലും ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ ചൈൽഡ് ലൈനും പോലീസും കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ, ഈ കേസിൽ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ മന്ത്രിമാർ ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു നിയമം കണ്ണടയ്ക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിരൽത്തുമ്പിലെ വൈറൽ വാർത്തകൾക്ക് പിന്നാലെ ഓടുന്ന ഒരു ലോകത്താണ്. ഒരു വീഡിയോ വൈറലായാൽ അല്ലെങ്കിൽ ഒരാൾ സെലിബ്രിറ്റി ആയാൽ അവർക്ക് ചുറ്റും ഒരു PR വലയം തന്നെ രൂപപ്പെടും. അത് സ്വാഭാവികം. ഇവിടെ മൊണാലിസയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ആ കുട്ടിയുടെ നിഷ്കളങ്കതയേക്കാൾ അല്ലെങ്കിൽ അവളുടെ ഭാവിയെക്കാളും പലരും നോക്കിയത് ആ നിമിഷത്തെ ലൈക്കുകളും ഷെയറുകളും വാർത്താ പ്രാധാന്യവുമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ കാര്യം പറയണമെങ്കിൽ അവരുടെ ഇമേജ് കൂട്ടാൻ ഇതൊരു അവസരമായിട്ട് തന്നെ മാറി എന്ന് പറയുന്നതിൽ തെറ്റില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിന് ഗുണകരമാണോ എന്ന് ആലോചിക്കണം. ഈ കുട്ടിക്ക് വേണ്ടത് ഇപ്പോൾ ഒരു വിവാഹമായിരുന്നോ, അതോ അവളെ കൂടുതൽ പക്വതയുള്ളവളാകാനുള്ള ഒരു സാഹചര്യങ്ങളായിരുന്നില്ലേ? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു സെൽഫി എടുക്കുന്നതോ അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നത് പോലെ ലളിതമായിട്ടുള്ള ഒന്നല്ല. അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ പുറം മോടിയിൽ മാത്രം മയങ്ങി പോകരുത്. അതിന്റെ പിന്നിലെ നിയമപരമായിട്ടുള്ള വശങ്ങളും ആ വ്യക്തികളുടെ സുരക്ഷയും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. എന്തായാലും മൊണാലിസയുടെ കാര്യത്തിൽ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. പക്ഷെ ആ കുട്ടിക്ക് ചതി പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അല്ലേ?
അപ്പൊ കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ ചിന്തകൾ ശരിയാണോ? നിങ്ങൾ ഇതൊരു നല്ല കാര്യമായിട്ടാണോ അതോ ഒരു PR സ്റ്റണ്ടായിട്ടാണോ ഇതിനെ കാണുന്നത്? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായം എനിക്ക് പ്രധാനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.